രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ആദ്യം ചെയ്ത കോമ്പറ്റീഷൻ ലീഡർ ബോർഡ് ചെക്ക് ചെയ്തായിരുന്നു. ഞാൻ അറൌണ്ട് 9th പൊസിഷനിലായിരുന്നു. അതും ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല. ആക്ച്വലി എന്താ സംഭവിച്ചു വെച്ചാൽ ഒരുപാട് ട്രേഡേഴ്സ് ഓവർ ട്രേഡ് ചെയ്തു. സോ മെനി ഓഫ് ദം ഗോട്ട് എലിമിനേറ്റഡ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുകളിലോട്ടേക്ക് വന്നത്. ബട്ട് സ്റ്റിൽ ഐ വാസ് ഇൻ ദ പ്രോഫിറ്റ് ഓഫ് $3,000. ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടായിരുന്ന ആൾ ഓൾറെഡി ഓൾമോസ്റ്റ് $10,000 പ്രോഫിറ്റ് ക്രോസ് ചെയ്തിരുന്നു. ഐ വാസ് ലൈക്ക് ഇത്ര കുറച്ച് ടൈമിൽ ഇത്ര പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കും? ആ മൊമെന്റിൽ എനിക്ക് മനസ്സിലായി ടോപ്പ് 5ൽ എത്തുന്നത് പോലും ഈസി ആവില്ല. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് സൗമ്യയുടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓർഡർ ഫ്ലോ സെഷൻ സ്റ്റാർട്ട് ആയി. ഓണസ്റ്റ്ലി നിങ്ങളുടെ ട്രേഡിംഗിൽ ഒരു എക്സ്ട്രാ കൺഫർമേഷൻ ആഡ് ചെയ്യണമെങ്കിൽ ഓർഡർ ഫ്ലോ ഡെഫിനറ്റ്ലി എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. എനിക്ക് ഈ സെഷൻ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം കോൺസെപ്റ്റ്സ് എല്ലാം വളരെ പ്രാക്ടിക്കലായി എക്സ്പ്ലെയിൻ ചെയ്തതിന് സൗമ്യ. സോ നിങ്ങൾക്കും ഓർഡർ ഫ്ലോ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യു കൻ ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ഹർ യൂട്യൂബ് ചാനൽ. അതിനിടയിൽ ഞാൻ എന്റെ ഫണ്ടഡ് ഹൈ 50K 2-step അക്കൗണ്ട് പാസ് ചെയ്തു. അറൌണ്ട് $800 പ്രോഫിറ്റും ഉണ്ടാക്കി. ആ സമയത്ത് എനിക്ക് പേ ഔട്ട് എടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ ഓർത്തു കുറച്ചും കൂടി പ്രോഫിറ്റ് ആക്കുക, ഒരു $1,500 ആയാലും വിഡ്രോ ചെയ്യാം. അതാണ് എന്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയത്. ഓൾറെഡി ഉണ്ടാക്കിയ പ്രോഫിറ്റ് മുഴുവൻ ലോസ് ആയി. ഇൻഫാക്ട് ഞാൻ ഓൾമോസ്റ്റ് ഡ്രോ ഡൗൺ വരെ എത്തി. സോ മോറൽ ഓഫ് ദ സ്റ്റോറി, അക്കൗണ്ടിൽ നിന്ന് പേ ഔട്ട് എടുക്കാൻ ചാൻസ് കിട്ടുമ്പോൾ ഗ്രീഡ് കാണിക്കരുത്. കിട്ടുന്ന പ്രോഫിറ്റ് സെക്യൂർ ചെയ്യുക. കാരണം ബുക്ക് പ്രോഫിറ്റ് ആണ് ആക്ച്വൽ പ്രോഫിറ്റ്. NFP സെഷൻ ഹോസ്റ്റ് ചെയ്തത് ഋഷഭ് ആയിരുന്നു. ന്യൂസ് എങ്ങനെ അനലൈസ് ചെയ്യണം, എൻട്രീസും എക്സിറ്റ്സും എങ്ങനെ പ്ലാൻ ചെയ്യണം, ഹൈ ഇമ്പാക്ട് ന്യൂസ് സമയത്ത് റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യണം, എല്ലാം ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ ഋഷഭിനെ ട്രേഡിംഗ് ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാ പ്രാവശ്യവും എനിക്ക് തോന്നുന്നുണ്ട് ഇത് ഗാംബ്ലിംഗ് അല്ലേ. അവരുടെ ട്രേഡിംഗ് സ്റ്റൈൽ എനിക്ക് ഒരിക്കലും മനസ്സിലായിരുന്നില്ല. മൾട്ടിപ്പിൾ പൊസിഷൻസ്, നെഗറ്റീവ് റിസ്ക് റിവാർഡ്, ഫാസ്റ്റ് എക്സിക്യൂഷൻ, ഇത് എങ്ങനെ വർക്ക് ചെയ്യും. പക്ഷേ അവർ ഫുൾ സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ട്രേഡിംഗ് ഒരു രീതിയിൽ മാത്രമല്ല ചെയ്യുന്നത് എന്ന് മനസ്സിലായി. എല്ലാ പ്രോഫിറ്റബിൾ ട്രേഡറിനും സ്വന്തം എഡ്ജ് ഉണ്ട്. ഋഷഭിന്റെ എഡ്ജ് പ്രോബബിലിറ്റീസ് മനസ്സിലാക്കുന്നത് സ്ട്രോങ് റിസ്ക് മാനേജ്മെന്റും ആയിരുന്നു. സോ അതേ NFPയിൽ തന്നെ ഞാൻ എന്റെ GFT 2-step അക്കൗണ്ടും പാസ് ചെയ്ത്. ഞാൻ എക്സാക്ട് NFP ടൈമിലല്ല ട്രേഡ് ചെയ്തത്. കാരണം GFTയിൽ ന്യൂസ് ട്രേഡിംഗ് അലൗഡ് അല്ല. അക്കൗണ്ട് പാസ് ചെയ്യാൻ എനിക്ക് അറൌണ്ട് $200 പ്രോഫിറ്റ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ ഒരു ക്ലീൻ ട്രേഡ് എടുത്തു. അതോടെ എന്റെ GFT 2-step അക്കൗണ്ട് പാസ്സായി. അതിന് കൂടെ തന്നെ എന്റെ ഫണ്ടഡ് ഹൈവ് അക്കൗണ്ട് റിക്കവർ ചെയ്തു. പ്രോഫിറ്റും ഉണ്ടാക്കി. ആ പേ ഔട്ട് ഞാൻ ഉടനെ റിക്വസ്റ്റും ചെയ്തു. ഈ നൈറ്റ് TFL ക്ലബിന്റെ ലാസ്റ്റ് നൈറ്റ് ആയിരുന്നു. ആൻഡ് ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തു, സീക്രട്ട് ബേണിംഗ് സെഷൻ. എല്ലാവർക്കും ഒരു പേപ്പർ കൊടുത്തു. ടാസ്ക് സിമ്പിൾ ആയിരുന്നു. ട്രേഡിംഗ് ജേർണിയിൽ ഇതുവരെ ആരോടും പറയാത്തൊരു സീക്രട്ട് അല്ലെങ്കിൽ സ്ട്രഗിൾ എഴുതുക. ചില സ്റ്റോറീസ് ഇത്ര ഫണിയായി നമ്മൾ ചിരിച്ചിരിച്ച് മരിച്ചു. മറ്റു ചില സ്റ്റോറികൾ വളരെ ഇമോഷണൽ ആയിരുന്നു. അവരുടെ ജീവിതത്തിൽ ആരോടും ഷെയർ ചെയ്യാത്ത കാര്യങ്ങളാണ് അവർ അവിടെ ഷെയർ ചെയ്തത്. നെക്സ്റ്റ് മോർണിംഗ്, അതായത് ഡേ 5ൽ ഞങ്ങൾ എല്ലാവരും ചെക്ക് ഔട്ട് ചെയ്തു. TFL ക്ലബിന്റെ ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ? ഇവന്റ് അവസാനിക്കും, പക്ഷെ അവിടെ ഉണ്ടാകുന്ന കണക്ഷൻസ് ഒരിക്കലും അവസാനിക്കില്ല. ഇന്നും ഞങ്ങൾ എല്ലാവരും ഗ്രൂപ്പിൽ കണക്റ്റഡ് ആണ്. വിൻസ് ഷെയർ ചെയ്യും, ലോസസ് ഷെയർ ചെയ്യും, പരസ്പരം മോട്ടിവേറ്റ് ചെയ്യും. ഇനി കോമ്പറ്റീഷന്റെ ഫൈനൽ റിസൾട്ട്സും വന്നു. ഓണസ്റ്റ്ലി എനിക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ 5th പൊസിഷനിൽ ഫിനിഷ് ചെയ്തു. പിന്നെ ഫസ്റ്റ് ആരാന്ന് അറിഞ്ഞപ്പോൾ ഞാൻ നെട്ടിപ്പോയി. ഇറ്റ് വാസ് ബോംസി. മുഴുവൻ കോമ്പറ്റീഷനിൽ അവരെടുത്ത ഒരു ട്രേഡ് മാത്രം, അതും ലാസ്റ്റ് ഡേയിൽ, ആ ഒരു ട്രേഡിൽ തന്നെ ഓൾമോസ്റ്റ് $20,000 പ്രോഫിറ്റ് ഉണ്ടാക്കി. നോ ഓവർ ട്രേഡിംഗ്, നോ അൺനെസറി എൻട്രീസ്, പേഷ്യന്റ് ആയി പെർഫെക്റ്റ് സെറ്റപ്പ് വെയിറ്റ് ചെയ്തു. സെറ്റപ്പ് കിട്ടിയപ്പോൾ ട്രേഡ് ചെയ്തു, ഹോൾഡ് ചെയ്തു. ആൻഡ് ആ ഒരു ട്രേഡ് മതി ആ കോമ്പറ്റീഷൻ ജയിപ്പിക്കാൻ. ആൻഡ് ബൈ ദ വേ, സീസൺ 7 രജിസ്ട്രേഷൻസ് ഇപ്പോൾ ഓപ്പൺ ആണ്. ഈ തവണ ലൊക്കേഷൻ ട്രസ്റ്റ് മീ വളരെ എക്സൈറ്റിംഗ് ആണ്. ഇഫ് യു വാണ്ട് ടു രജിസ്റ്റർ